നമസ്കാരം. ആണായിക്കഴിഞ്ഞാലും പെണ്ണായിക്കഴിഞ്ഞാലും അവരുടെ ഉള്ളിൽ എന്ത് രോഗമുണ്ടെങ്കിലും മാനസിക പ്രശ്നമുണ്ടെങ്കിലും ശാരീരിക പ്രശ്നം അവർക്ക് പ്രധാനമായിട്ടും അവർ ചിന്തിക്കുന്നത് എങ്ങനെ നമുക്ക് സൗന്ദര്യം വർദ്ധിപ്പിക്കാം. പക്ഷെ അതിന് ഒരുപാട് ബ്യൂട്ടി ക്ലിനിക്കുകൾ ധാരാളമുണ്ട്. പണ്ട് സാധാരണക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് അവർ ചെയ്യുന്നത്. അല്ലെങ്കിൽ അതിൽ ഗുണമായിട്ടുള്ളതും മോശമായിട്ടുള്ളതും ഇതെല്ലാം നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എന്താണ് നമുക്ക് ഈ ബ്യൂട്ടി എന്നുള്ളത് പ്രധാനമായിട്ട് വേണം. അപ്പോൾ ആണുങ്ങൾക്കായാലും സ്ത്രീകൾക്കായാലും ഈ ബ്യൂട്ടി പ്രധാനമാണ്. ആർക്കും പ്രായമാകുന്ന ഇഷ്ടമല്ല. ഇപ്പം അമേരിക്കയിൽ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ മരിച്ചവരെ എങ്ങനെ ജീവിപ്പിക്കാം. അതിൻ്റെ റിസർച്ച് നിസ്സാരമല്ല, മില്യൺസ് ഓഫ് ഡോളേഴ്സാണ് അവർ ചിലവാക്കുന്നത്. അത് അരിസോണ യൂണിവേഴ്സിറ്റി ആയിട്ട്, അമേരിക്കയിലെ അരിസോണ യൂണിവേഴ്സിറ്റിയാണ് ഇതിന് മുൻകൈയെടുത്ത് പ്രവർത്തിക്കുന്നത്. ലോകത്തുള്ള എല്ലാ കോടീശ്വരന്മാരും അതിന് ബുക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ മരിച്ചാൽ തന്നെയും ഈ ബ്യൂട്ടി നഷ്ടപ്പെടാനും ജീവിതം നഷ്ടപ്പെടാനും ആരും ആഗ്രഹിക്കുന്നില്ല. എല്ലാവർക്കും ബ്യൂട്ടിഫുള്ളായിട്ടിരുന്നിട്ട് ഒരു ലക്ഷൂറിയസ് ലൈഫാണ് ആവശ്യം. അപ്പോൾ ഈ ബ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൻ്റെ സന്തോഷം. അതാണ് ഏറ്റവും വലിയൊരു ബ്യൂട്ടി. അതായത് ഈ മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്നാണ് പറയുന്നത്. നമ്മുടെ മനസ്സിൽ എന്തുണ്ടോ അത് മുഖത്ത് കാണിക്കും. അപ്പോൾ മുഖസൗന്ദര്യം നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കുന്ന ഏതാണ്? ഇപ്പം നമ്മൾ ആദ്യമേ ഒരാളിനെ കാണുമ്പം മുഖത്തല്ലേ നോക്കുന്നത്. ഇപ്പം മുടി കൊഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്യോ സാറേ അല്ലെങ്കിൽ ഡോക്ടറെ മുടി എന്താ കൊഴിയാൻ കാര്യം? അല്ലെങ്കിൽ നരച്ച് കഴിഞ്ഞ് നര മാറ്റാനുള്ള വഴികളൊന്നുമില്ലേ? അപ്പോൾ ഇതൊന്നും നിങ്ങൾ മേക്കപ്പൊക്കെ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർ കൊച്ചു പയ്യനായിട്ടൊക്കെ തോന്നിക്കും. പക്ഷേ ഒരു കറക്റ്റാണ്, തോന്നൽ മാത്രമാണ്. നമ്മുടെ ബ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകത്തുനിന്നാണ് വരേണ്ടത്. അപ്പോൾ ഈ ശാരീരിക ബ്യൂട്ടി എങ്ങനെ ഉണ്ടാക്കാം? ഉദാഹരണം, സിനിമാ താരങ്ങൾ എത്രയോ ആയിരക്കണക്കിന് പൈസ ഓരോ ദിവസവും കളയുന്നത്. അവർക്ക് ഒരു സ്ഥലത്ത് പോകണമെന്നുണ്ടെങ്കിൽ 4 മണിക്കൂർ 5 മണിക്കൂറാണ് അവരുടെ മേക്കപ്പ്. ഈ മേക്കപ്പ് ഇടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്? എല്ലാം പെട്രോളിയം പ്രോഡക്റ്റുകളാണ്. ഇതിടും തോറും ആ സ്കിന്നിൻ്റെ പ്രതിരോധശക്തി കുറയും, ആ സ്കിന്നിൻ്റെ എലാസ്റ്റിസിറ്റി കുറയും. അവസാനം ചെറിയ ചുളുക്കുള്ളവർ ആ മുഖം മുഴുക്ക ചുളുക്കായിരിക്കും. പിന്നെ നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നതിന് പുട്ടിയൊക്കെ ഇട്ടാണ് നേരെ ഉണ്ടാക്കി വയ്ക്കുന്നത്. പക്ഷേ ഇതിന് നമുക്കൊരു ശാരീരത്തിൻ്റെയും മാനസികമായിട്ടുള്ള ബ്യൂട്ടി എന്താണ് ആവശ്യം? ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് തിങ്കിങ്. നമ്മളെപ്പോഴും നല്ല കാര്യങ്ങളെ പറയുകയും ചെയ്യാവും. ഇപ്പം നേരത്തെ നടന്നിട്ടുള്ളതും നല്ലത്, ഇപ്പം നടക്കുന്നതും നല്ലത്, ഇനി വരാനുള്ളത്. പക്ഷേ ഇത് പറയാൻ എളുപ്പമാണെങ്കിൽ തന്നെയും പ്രാക്ടിക്കലായിട്ട് വരുത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇപ്പോൾ നമ്മൾ ഒരാൾ വലിയ രോഗിയാണ്, നമുക്ക് രോഗിയെടുത്ത് ഇങ്ങനെ ഉപദേശിക്കാമെന്നുള്ളതല്ലാതെ എന്നാലും അവർക്കൊരു ആശ്വാസം കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. ഉപദേശം ആർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. അത് സെൻസിബിൾ അഡ്വൈസാണ് ഏറ്റവും പ്രധാനം. അവരെ എങ്ങനെ നമുക്ക് ബോധവാന്മാരാക്കി എടുക്കണം. അപ്പോൾ അതുപോലെ ഈ സൗന്ദര്യം ആണുങ്ങളിലും പെണ്ണുങ്ങളിലും എങ്ങനെ നമുക്കുണ്ടാക്കാം? ഒന്ന്, ഈ ഹോർമോൺ ഇംബാലൻസ് വന്നു കഴിഞ്ഞാലും അവർക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും അതിനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ അത് സൗന്ദര്യത്തെ ബാധിക്കും. സൗന്ദര്യം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ബോഡിയുടെ നോർമലായിട്ടുള്ള ഫങ്ഷൻ സോക്കേടൊന്നും ഇല്ലാതെ ഇരിക്കുന്ന ഒരു അവസ്ഥയ്ക്കാണ് ഈ സൗന്ദര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഒരാളുടെ സൗന്ദര്യം ഇരിക്കുന്ന ഇതാണ്, അയാൾ എന്ത് കഴിക്കുന്നു, എന്ത് കുടിക്കുന്നു, ഇതിനെപ്പറ്റി ആശ്രയിച്ചിരിക്കും. അപ്പോൾ നമുക്ക് ഇതൊക്കെ പറഞ്ഞെങ്കിൽ തന്നെയും സൗന്ദര്യം നമുക്ക് എങ്ങനെ വർദ്ധിപ്പിക്കാം? അത് ഇൻ്റേണലായിട്ട് ശരീരത്തിൻ്റെ ഈ തൊലിയിൽ ഒരു കാര്യം ഇട്ടിട്ട് കാര്യമില്ല. കാരണം സ്കിന്നിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിന്ന് നമ്മുടെ ആമാശയത്തിനെ പോലെ തന്നെ എല്ലാത്തിനെയും ആഗിരണം ചെയ്യാനുള്ള ശക്തിയുണ്ട്. ഇപ്പോൾ ശരീരത്തിന് തന്നെയും ബിഗസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് ഓർഗൻ ഇൻ ദ ബോഡിയാണ് സ്കിൻ. പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും വലിയ പ്രതിരോധ ശക്തി ഉണ്ടാക്കുന്നതും വെയിറ്റുള്ളതും ഏറ്റവും വലിയ അവയവമാണ്. കാരണം തൊലിയില്ലാത്ത ഒറ്റ സ്ഥലവും ഇല്ല നമുക്ക്. ഹെയർ ടു നെയിൽ, അതായത് അടി മുതൽ മുടി വരെ നമ്മൾ പറയുന്നത് പോലെ. പക്ഷേ ഇതിനെ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും? യാതൊരു കാരണവശാലും ഈ പെട്രോളിയം പ്രോഡക്റ്റോ
വെളിയിലുള്ള മേക്കപ്പ് സാധനം ഒന്നും ഇടാൻ നിങ്ങൾ പാടില്ല. കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണം ഈ പൗഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ചോക്ക് പൗഡറാണത്. അപ്പോൾ അതിനകത്ത് ഈ സിന്തറ്റിക്കായിട്ടുള്ള ഈ സ്മെല്ലും ചേർത്തിട്ടാണ് പൗഡറായിട്ട് വരുന്നത്. ഇതിട്ട് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൻ്റെ പോഴ്സുകൾ നഷ്ടപ്പെടും. അത് സയൻറ്റിഫിക് ആസ്പെക്ട്സാണ് ഈ പറയുന്നത്. പോഴ്സ് എന്ന് പറഞ്ഞാൽ ദ്വാരം. നമ്മുടെ തൊലി കംപ്ലീറ്റ് ദ്വാരമാണ്. അതാണ് നമ്മുടെ ഒരു സിസ്റ്റത്തിൽ വരുന്നത്. മറ്റ് ആനിമൽസിനെ പോലെയല്ല ഈ സ്വെറ്റിംഗ് സിസ്റ്റം ഉള്ളത്. അതായത് ഈ വേർക്കാനുള്ള കഴിവ് ഏറ്റവും കൂടുതലുള്ളത് മനുഷ്യനാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ കോടാനുകോടിക്കണക്കിനാണ് ദ്വാരങ്ങളുള്ളത്. നമുക്ക് വേർക്കുമ്പോൾ തന്നെ അറിയാമല്ലേ, വെള്ളത്തുള്ളികളല്ലേ വരുന്നത്. അപ്പോൾ ഇതിനെയെല്ലാം നമ്മൾ അടച്ചു വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വീവേജ് സിസ്റ്റം തന്നെയാണിത്. എന്താണ് സ്വീവേജ് സിസ്റ്റം? ഒന്ന്, മലമൂത്ര വിസർജനം. അതേപോലെ ഒരു വിസർജ്യ വസ്തുവാണ് ഈ നമ്മുടെ സ്കിൻ, നമ്മുടെ ത്വക്ക്. അപ്പോൾ ത്വക്കിനെ എത്രത്തോളം നമ്മൾ സംരക്ഷിക്കുന്നു, അതാണ് നമ്മുടെ ശരീരത്തിൻ്റെ സൗന്ദര്യം. അത് നമുക്ക് യാതൊരു കാരണവശാലും നമ്മൾ ഈ സിന്തറ്റിക് ആയിട്ടുള്ള അതായത് ഈ പെട്രോളിയം പ്രോഡക്റ്റുകളാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. ഉദാഹരണം ഈ മിനറൽ ഓയിൽസ് യാതൊരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ് ഈ മിനറൽ ഓയിൽ. ഇത് വർഷങ്ങൾക്ക് മുമ്പേ വളരെ സയൻറ്റിസ്റ്റുകളെല്ലാം പറഞ്ഞിട്ടുള്ളതാണ്, മെഡിക്കൽ സയൻറ്റിസ്റ്റും മെഡിക്കൽ ഡോക്ടേഴ്സും എല്ലാം. അതേസമയം ഇപ്പോൾ ഈ മോഡേൺ ചില ഡോക്ടേഴ്സ് തന്നെയും ഇത് ഇൻറ്റേർണലായിട്ട് കുടിക്കാൻ വരെയും പറയും. ഏതാണ്? ഈ മിനറൽ ഓയിൽ കുട്ടികളുടെ ശരീരത്തിൽ. ഇപ്പോൾ അത് അമേരിക്ക അത് ബാൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ജോൺസൺ ആൻഡ് ജോൺസൺ ആ കമ്പനി കേൾക്കാത്തതായിട്ടില്ല. അവരാണ് ഈ മിനറൽ ഓയിൽ കൂടുതലുണ്ടാക്കുന്നത്, പൗഡർ കൂടുതലുണ്ടാക്കുന്നതെല്ലാം. ഇപ്പോൾ അത് ആ പ്രോഡക്റ്റ് എല്ലാം ബാൻ ചെയ്തിരിക്കുകയാണ്. കാരണം ഇപ്പോഴാണ് ഡേക്കേഡ്സ് ഓഫ് ഇയേഴ്സ്, 10 കണക്കിന് വർഷങ്ങൾ ആളുകളെല്ലാം ഇത് ഈ സ്കിന്നെല്ലാം നശിപ്പിച്ചതിന് ശേഷമാണ് പറയുന്നത് ഇപ്പോൾ ഇത് കൊള്ളില്ല. കൊച്ചു കുട്ടികൾക്ക് വരെയും കൊടുക്കും. അത് എക്സ്റ്റേണലായിട്ടായാലും ഇൻറ്റേർണലായിട്ട് വരെയും കൊടുക്കുമായിരുന്നു. അപ്പോൾ അതിട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ദ്വാരങ്ങൾ നഷ്ടപ്പെടും. അതിപ്പോൾ ആണിലായാലും പെണ്ണിലായാലും ഇതേ രീതി തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇത് വരണമെന്നുണ്ടെങ്കിൽ മേക്കപ്പ് സാധനങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. കാരണം ഈ പെട്രോളിയം പ്രോഡക്റ്റുകളാണിത്. അതായത് ഈ പെട്രോളിയം പ്രോഡക്റ്റിൽ ഏകദേശം നമ്മുടെ മാർക്കറ്റിൽ 30,000-ൽ പരം പെട്രോളിയം പ്രോഡക്റ്റുകളാണ് ഉള്ളത്. ഇപ്പോൾ ഈ ഫാസ്റ്റ് ഫുഡ് ചേർക്കുന്ന സ്മെല്ലും ടേസ്റ്റും എല്ലാം ഈ മിനറൽസ് പെട്രോളിയം പ്രോഡക്റ്റുകളാണ്. അവരെവിടെ നോക്കിക്കഴിഞ്ഞാലും എല്ലാം പെട്രോളിയം പ്രോഡക്റ്റാണ്. ഇപ്പോൾ നമ്മൾ അതുകൊണ്ട് യാതൊരു കാരണവശാലും മേക്കപ്പ് സാധനം നമ്മൾ ഉപയോഗിക്കാതിരിക്കുക. പിന്നെ അഥവാ നിങ്ങൾക്ക് മേക്കപ്പ് വേണമെന്നുണ്ടെങ്കിൽ നല്ല പ്യുവറായിട്ടുള്ള ചന്ദന തൈലം കിട്ടും, ചന്ദനത്തിൻ്റെ പൊടി കിട്ടും. ഇതെല്ലാം നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ അത് വളരെ കോസ്റ്റ്ലിയാണ്. നമുക്ക് സ്മെല്ലിന് ഉപയോഗിക്കുന്നതൊക്കെ തന്നെ ഇപ്പോൾ പെർഫ്യൂംസ്. ഈ പെർഫ്യൂംസ് വളരെ ഡേഞ്ചർ സാധനങ്ങളാണ്. കാരണം ഇത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറേ നാൾ കഴിഞ്ഞ് നമ്മുടെ ഘ്രാണശക്തി നഷ്ടപ്പെടും. അതും സൗന്ദര്യത്തിനെ ബാധിക്കും. കാരണം ശ്വാസോച്ഛ്വാസം നടത്തില്ലെന്നുണ്ടെങ്കിൽ ഒരു കാര്യങ്ങൾ നമ്മുടെ ബോഡി നടക്കത്തില്ല. അപ്പോൾ നമ്മുടെ ബോഡിക്ക് തന്നെ എന്താണുള്ളത്? തെർമോഡൈനാമിക് സിസ്റ്റം. ഇപ്പോൾ നമ്മൾ നടന്നിട്ടോ അല്ലെങ്കിൽ ജോലി ചെയ്തിട്ട് വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ നേരത്തെ തന്നെ വേർപ്പുണ്ടാവും. ആ വേർപ്പ് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് നല്ല ഫാനിൻ്റെ ഒന്നും ആവശ്യമില്ല, വീണ്ടും ആ ശരീരം തന്നെ അങ്ങ് കുളിർക്കും. പിന്നെ ഉപയോഗിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത സിന്തറ്റിക്കായിട്ടുള്ള വസ്ത്രങ്ങൾ നമ്മൾ ഉപയോഗിക്കേണ്ട അടിയിലായാലും വെളിയിൽ എവിടെ ആയിക്കഴിഞ്ഞാലും കഴിയുന്നത് നിങ്ങൾ കോട്ടൺ തന്നെ ഉപയോഗിക്കുക. ഇപ്പോൾ ആളുകൾക്കൊരു ഭ്രമം ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉപയോഗിക്കുന്ന എത്രയോ ആളുകളുണ്ട് ഈ സിന്തറ്റിക്കായിട്ടുള്ളത്. അത് ഉപയോഗിക്കാൻ പാടില്ല യഥാർത്ഥത്തിൽ. കാരണം ഇത് നമ്മുടെ ബോഡിയിലുള്ള അഴുക്കുകളെയൊക്കെ പിടിച്ചെടുക്കാൻ ദ്വാരമല്ലേ. അപ്പോൾ അത് പിടിച്ചെടുക്കുമ്പോഴത്തേക്ക് ഈ സ്കിന്ന് സാധാരണ കോട്ടൺ ആണെങ്കിൽ ഇതെല്ലാം അബ്സോർഷൻ ചെയ്യും. ഇപ്പം ഡെവലപ്പ് കൺട്രീസിൽ അവർക്ക് ഏറ്റവും കൂടുതൽ കോസ്റ്റ്ലി ആയിട്ടുള്ളതാണ് നമ്മുടെ ഈ കൈത്തറികൾ. കൈത്തറിയാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം അത് കംപ്ലീറ്റ് ഒന്ന് ട്രീറ്റ്മെൻറ്റ് പോലും ചെയ്യാത്ത പഞ്ഞികളാണ്. അപ്പോൾ സൗന്ദര്യം വർദ്ധിക്കും. പിന്നെ അതുപോലെ നമ്മൾ അകത്ത് കഴിക്കുന്നതാണ് ഏറ്റവും പ്രധാനം. ഇപ്പോൾ ഒരു ജ്യൂസ് നമ്മൾ അകത്ത് കഴിച്ചു കഴിഞ്ഞാൽ അത് 100% അകത്ത് നമ്മുടെ ശരീരത്തിൽ പോകുമെങ്കിൽ നമ്മൾ സ്കിന്നിലിട്ട് കഴിഞ്ഞാൽ 90% വരെ പോകും. ഇപ്പോൾ സ്കിന്നിന് അബ്സോർഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി വേറെ ഒന്നും വേണ്ട. പൊട്ടാസ്യം സയനൈഡ് ചെറുതായിട്ടൊന്ന് ഉരച്ചാൽ മാത്രം മതി, ആൾ മരിക്കും. അപ്പോൾ സ്കിന്നിൻ്റെ ആ കപ്പാസിറ്റി നമ്മളിപ്പോൾ അതുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും.
പിന്നെ നമ്മൾ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ന്യൂട്രീഷനും എല്ലാ ദിവസവും കഴിക്കണം. അത് വൈറ്റമിനായി കഴിഞ്ഞാൽ കൂടാൻ പാടില്ല. ഹൈപ്പർ ആക്ടിവിറ്റി ഓഫ് വൈറ്റമിൻസ് ലീഡ് ടു ക്യാൻസർ എന്നാണ്. ഈ വൈറ്റമിൻ കൊള്ളാമെങ്കിൽ തന്നെയും ആവശ്യത്തിലധികം കഴിക്കാൻ പാടില്ല. അതെല്ലാം ക്രമീകരിച്ച് കഴിക്കുക, ആവശ്യത്തിന് വെള്ളം കുടിക്കുക, നല്ല എക്സസൈസ് ചെയ്യുക. ഇതാണ് സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ ആണായാലും പെണ്ണായാലും പറ്റിയത്. ഇത് നമ്മളെല്ലാം കൊച്ചു കുട്ടികളെ കൊച്ചു പ്രായം തൊട്ടേ പരിശീലിപ്പിക്കണം. അപ്പോൾ നിങ്ങൾക്ക് മേക്കപ്പ് സാധനം വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചന്ദനത്തൈലം അല്ലെങ്കിൽ ചന്ദനത്തിൻ്റെ പൗഡർ ഇത് കിട്ടും. പക്ഷേ ഇത് വളരെ കോസ്റ്റ്ലിയാണ്. അത് ഉപയോഗിക്കേണ്ട കാര്യമൊന്നും വരുന്നില്ല. എന്നാൽ തന്നെ ഈ ബോഡി സ്മെല്ലുണ്ടാകുന്നവർക്ക് നല്ലതാണത്. പിന്നെ അകത്ത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ആവശ്യത്തിന് വെള്ളം കുടിച്ചു കഴിഞ്ഞാലും ഈ ബോഡി സ്മെല്ലെന്ന് പറഞ്ഞ കാര്യമേ വരില്ല. അപ്പോൾ ഇതാണ് ഏറ്റവും കൂടുതൽ സൗന്ദര്യം വർദ്ധിപ്പിക്കാനുള്ളത്. ഞാൻ തന്നെ ഇവിടെ എനിക്ക് ഒരുപാട് ഈ ഗസ്റ്റുകൾ വരാറുണ്ട്, യൂറോപ്പിലും അമേരിക്ക. കാരണം എനിക്ക് അമേരിക്കയിൽ ഓഫീസുള്ളതാണ്. അപ്പം അവർ വന്നു കഴിഞ്ഞാൽ അവർക്ക് ആദ്യം ഇതെല്ലാം ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത് ചന്ദന തൈലവും ചന്ദനത്തിൻ്റെ പൗഡറുമാണ്. ഈ ചന്ദന തൈലം ഒരു തുള്ളി ഉണ്ടെങ്കിൽ ഒരു 2 ആഴ്ചയെങ്കിലും അത് നമ്മുടെ വസ്ത്രത്തിൽ ഇങ്ങനെ മണത്തിരിക്കും. അതാണ് ഞാൻ ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് അവർ വരുമ്പോഴത്തേക്ക് കൊടുക്കാൻ അവർക്ക് വളരെ ഹാപ്പിയാണ്. അതുപോലെ മാക്സിമം കോട്ടൺ ഷർട്ടുകൾ, പക്ഷേ അമേരിക്കയിലും യൂറോപ്പിലും കിട്ടും. പക്ഷേ നമ്മുടെ ഇവിടുത്തെ ഈ കതറായിട്ടുള്ള ഫോമിൽ കിട്ടുന്നില്ല. അപ്പം ഈ കോട്ടനായിട്ടുള്ള വസ്ത്രം ധരിക്കുക. അകത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ന്യൂട്രീഷനായിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസ്, അതായത് ഫ്രൂട്ട്സ് വിൽ ക്ലീൻ ദ ബോഡി ആൻഡ് ദ മൈൻഡ് എന്നാണ്. ഗ്രീൻ വെജിറ്റബിൾസ് ബിൽഡ് ദ ബോഡി. അപ്പോൾ നമുക്ക് കഴിക്കേണ്ടത് ഫ്രൂട്ട്സ് വേണം, പിന്നെ അതുപോലെ ഗ്രീൻ വെജിറ്റബിൾസ്. പിന്നെ ഇത്രയൊക്കെ പറഞ്ഞൊക്കെ തന്നെ മെയിനായിട്ട് ചെയ്യുന്നത് ഹോളിസ്റ്റിക് മെഡിസിനാണ്. അതിൽ എല്ലാ മെഡിക്കൽ സിസ്റ്റവും ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ അതിനകത്ത് ശാരീരികമായിട്ടും മാനസികമായിട്ടും എല്ലാ രോഗങ്ങൾക്കും ദോഷവശങ്ങളില്ലാത്ത ട്രീറ്റ്മെൻറ്റും മെഡിസിൻസും അല്ലെങ്കിൽ സപ്ലിമെൻറ്റ്സും കൊടുക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ളത്. ബൈപ്പാസ് ഒഴിവാക്കുക, ആൻജിയോപ്ലാസ്റ്റി ഒഴിവാക്കുക, ആൻജിയോഗ്രാം വരെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അതിൻ്റെ ലേറ്റസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേസർ ട്രീറ്റ്മെൻറ്റാണ്. അത് മോസ്റ്റ് മോഡേൺ ബ്രാഞ്ച് ഓഫ് മോഡേൺ മെഡിസിൻ. ഇതേപ്പറ്റി കൂടുതൽ അറിയുന്നതിന് വൈകിട്ട് 7 മണിക്ക് ശേഷം ഡോക്ടേഴ്സിനും പൊതുജനങ്ങൾക്കെല്ലാം വിളിക്കാവുന്നതാണ്.